എല്ലാവർക്കും ലക്ഷ്മി കുട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആ മനുചേട്ടൻ വന്നോ? അമ്മേ, അതാ വരുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കുഞ്ഞുങ്ങൾക്ക് നല്ല നിറം വയ്ക്കാവുന്ന, ധൈര്യത്തോടെ ഉപയോഗിക്കാവുന്ന പ്രകൃതിദത്തമായ ഒരു സോപ്പാണ് കേട്ടോ ഉണ്ടാക്കണത്. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ സ്കിന്ന് സോഫ്റ്റ് അല്ലേ, അവരെ ഇങ്ങനെയുള്ള സോപ്പുകൾ ഉണ്ടാക്കി തന്നെ കുളിപ്പിക്കണേ. ഇതൊരു നാച്ചുറൽ ബേബി സോപ്പാണ് കേട്ടോ. നമുക്ക് തേങ്ങയുടെ 1/4 പാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് പ്യുവറായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് കിട്ടും. കണ്ടോ, ഒരു 1/4 സ്പൂണോളം കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ആ വെള്ള നിറം കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലിന് നല്ല ഔഷധ ഗുണമല്ലേ. നല്ല തേൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഡബിൾ ബോയിലിങ്ങിലൂടെ സോപ്പ് ബേസ് ഒന്ന് മെൽറ്റാക്കി എടുക്കട്ടെ. മെൽറ്റായിട്ടോ. ഇതിലേക്ക് തേങ്ങാപ്പാലും തേനും ചേർന്നുള്ള കൂട്ട് ഒരു 1/4 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഗ്ലിസറിൻ ചേർന്ന സോപ്പ് ബേസാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ലാവൻഡറിൻ്റെ 1 സ്പൂൺ എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഇതിലാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കണേ. ഇനി പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കട്ടിയാവും. നല്ല കണ്ണാടി പോലെ ഉണ്ടല്ലേ. ഈ സോപ്പ് മുതിർന്നവർക്കും ഉപയോഗിക്കാം കേട്ടോ. സ്കിന്നിനെ സോഫ്റ്റാക്കി മാറ്റും. മതി, ഇനി ഒന്ന് സെറ്റാകട്ടെ. ലക്ഷ്മി, കുറച്ച് വെള്ളം ഇങ്ങെടുത്തോ. അമ്മ വെള്ളം. ഇവന്മാരെന്താ പറക്കി തിന്നണേ? ചെതലോ? ആഹാ, കൊള്ളാലോ. രാമു, നീ എന്താടാ നോക്കി നിൽക്കണേ? പോയി തിന്നടാ. അതിൻ്റെ കുഞ്ഞിനെ കണ്ടോ? അതെന്താ പറക്കി തിന്നണേ? കല്ലോ? അയ്യോ, പേടിച്ചേ. ഈ ഗ്ലാസ് അങ്ങ് എടുത്തോ ലക്ഷ്മി. സെറ്റായിട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആഹാ, അടിപൊളി. നല്ല തേനിൻ്റെ നിറമല്ലേ. ഒരു 1.5 മണിക്കൂർ കൊണ്ട് സോപ്പ് സെറ്റാകും കേട്ടോ. കണ്ടോ, നന്നായിട്ടില്ലേ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കട്ടെ. ഉടുപ്പിട്ട പോലെ ഉണ്ടല്ലേ. കണ്ടോ, നന്നായിട്ടില്ലേ? ഇതൊരു സ്ക്രബ്ബർ പോലെ ഉപയോഗിക്കാം കേട്ടോ. കുഞ്ഞുങ്ങളെ എണ്ണ തേച്ച് കുളിപ്പിക്കുമ്പോഴുണ്ടാകുന്ന എഫക്റ്റ് ഈ സോപ്പ് തേച്ച് കുളിപ്പിച്ചാലുണ്ടാകും. ഇനി ഈ സോപ്പ് പതയുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ രാവിലെ 9:46 കേട്ടോ വീഡിയോ ഇടണേ. എല്ലാവരും ഫുള്ളായി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒരു ലൈക്ക് തരണേ. നോക്കിക്കാൻ നന്നായി പതയുന്നുണ്ട്. നല്ല സ്മെല്ല് കേട്ടോ, നന്നായിട്ടുണ്ട്. എല്ലാവരും ഈ സോപ്പൊന്ന് ഉണ്ടാക്കി നോക്കണേ. ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ശരി, അപ്പോൾ
അയ്യോ, സിറ്റ് ഔട്ടിൽ മൊത്തം ആടുകൾ. ആട് പോ. മിതു, ആട്.